ജലദോഷം ചെറുതായിട്ട് ചുമക്കാനുള്ള ഒരു ഇതൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. തൊണ്ടയ്ക്ക് ഒരു കരകരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു മരുന്ന് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പച്ചമരുന്ന് കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുക. പിച്ചിയൊക്കെ വെച്ചിട്ടുള്ള ആടലോടകത്തിന്റെ ഇലേനെ ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ വിചാരിച്ച രീതിയിലായിട്ട് കേട്ടോ. വേഗം ഗ്യാസൊക്കെ ഓഫ് ആക്കിയിട്ട് വാങ്ങാം. നന്നായിട്ട് മൊരിഞ്ഞ അരി ആ മൊരിഞ്ഞ് നിൽക്കണ ഇലേന്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കട്ടോ. ഒരു 1 സ്പൂണ് കുരുമുളകും കൂടി വറുത്തെടുക്കട്ടോ. നല്ല കുരുമുളക് മൂത്ത വാസന. ചെറിയ ജീരകല്ലേ 1 സ്പൂണായിട്ട് വറുക്കണേ. ഒരു 10 ഗ്രാം തിപ്പലി നന്നായിട്ട് കഴുകിയിട്ട് ഇത് വറുക്കണേ. തിപ്പലിയും വറുക്കാൻ പോണേ ചുക്കാണ് കേട്ടോ. അങ്ങനെ വറുക്കാനുള്ളൊക്കെ കഴിഞ്ഞിട്ടോ. പനങ്കൽക്കണ്ടാട്ടോ. അപ്പൊ ഇത് വളരെ ബെസ്റ്റ് ആണ് ചുമക്കൊക്കെ. അത്ര തന്നെ സാധാരണ കൽക്കണ്ട കേട്ടോ. ചേർക്കാനുള്ള ചേരുവകളൊക്കെ ഇതാ റെഡി ആയിട്ട് എന്റെ പാത്രത്തിലുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് പൊടിച്ചു കൊണ്ടുവരാം. ഇതാണ് ആ പൊടിച്ചിട്ടുള്ള പൊടി കേട്ടോ. നല്ലൊരു ഇളം പിസ്ത കളറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലേ. കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതായിട്ട് ലേശമൊക്കെ എടുത്തിട്ട് അപ്പൊ നല്ല എരിവുണ്ട് കേട്ടോ. ഇതേപോലെ ഉണ്ടാക്കി വെക്കാം. നമ്മളെ തൊണ്ടേന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊക്കെ തോന്നുന്നു. ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിപ്പലെടുത്ത് അതായത് 2-3 ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ.